അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വനഹാഹും തങ്ങൾ അവരോട് നിരോധിച്ചു വഅൻ തുഅ്തു മിനൽ മഗ്നമി വനഹാഹും അൻ അർബഇൻ നാല് കാര്യങ്ങളെ തൊട്ട് നാല് കാര്യങ്ങൾ നാല് പാത്രങ്ങൾ എന്നാണ് കേട്ടോ നാല് പാത്രങ്ങളെ തൊട്ട് നിരോധിച്ചു അനിൽ ഇന്തിബാദി ഫീ അവ ഫീഹി ഔ തനാവുല മാ ഫീ ളുറൂഫിൻ അർബഇൻ അതിൽ മുന്തിരിയിട്ട് വെച്ചാൽ ഡോസ് കൂടിപ്പോകും. മുന്തിരി വെള്ളം കൂടെ അപ്പോൾ അത് ഡോസ് കൂടിയാൽ പിന്നെ എന്താ ചാരായം കുടിക്കുന്ന കണക്കാവും, കള്ളു കുടിക്കുന്ന കണക്കാവും, ലഹരി ഉപയോഗിക്കുന്ന കണക്കാവും. അതുകൊണ്ട് ആ പാത്രത്തിൽ അതും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നാല് കാര്യങ്ങളെ തൊട്ട് തങ്ങൾ അവരോട് നിരോധിച്ചു. നാല് പാത്രങ്ങളിൽ മുന്തിരി ഇട്ട് വെക്കുന്നതിനെ തൊട്ട് എന്നും അതിൽ നിന്നും കുടിക്കുന്നതിനെ തൊട്ട് എന്നും അതിന്റെ അർത്ഥം വഹിയ അൽ ഇന്തിബാദു ഫിൽ ളുറൂഫിൽ അർബഅത്തി വസ്സുർബി മിൻഹാ അതിൽ നിന്നും കുടിക്കലും അതിലിട്ട് വെക്കലും പിന്നെ കുടിക്കലും എന്ന്. പിന്നെ അതായത് ഏതാ പാത്രങ്ങള്? അതിൽ ഹന്തം അല്ലേ, ഹന്തമ പാത്രം. ഹന്തം പാത്രം വെച്ചാൽ ചാടി, തലക്കൻ ചാടി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അതിനകത്ത് ചായം പൂശി ഉണ്ടാക്കുന്ന ചാടിപ്പാത്രം. നമ്മൾ ഈ ചാരായം കൊണ്ടുവന്ന പാത്രങ്ങൾ കണ്ടിട്ടില്ലേ പത്രത്തിൽ, ഈ വണ്ടിയിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പീപ്പ് പോലത്തെ, അതേപോലത്തെ ഒരു പാത്രമാണ് ആ നാട്ടിലങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പാത്രം ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു തങ്ങൾ. വലിയ വലിയ ത്വായിഫിൽ നിന്നും അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കള്ളു കൊണ്ടുവരുന്നൊരു പാത്രമാണ്. അപ്പൊ അവർക്ക് ഈ ഹന്തം എന്ന് പറയുമ്പോൾ തന്നെ അവർക്കത് പെട്ടെന്ന് ഓടും. നമ്മുടെ നാട്ടിൽ തെങ്ങ് ചെത്താൻ വേണ്ടി കയറുന്ന ആൾക്കാരെ ഇവിടെയൊക്കെ എണ്ണിക്കുന്നുണ്ട് പാത്രങ്ങളായിട്ട്. ഹന്തമ പാത്രം അവർക്ക് പെട്ടെന്ന് പിടികിട്ടും. ദുബായി ചരക്കാ പാത്രം, വന്നീറി താറ് പൂശിയത്, വന്നീർ നെക്കീർ എന്നുള്ളത് ഈത്തപ്പന മരം, അതിന്റെ കുറ്റിയെടുത്തിട്ട് അതിന്റെ ചോറെല്ലാം കളഞ്ഞിട്ട് പാത്രമാക്കി വെക്കും. നമ്മൾ തെങ്ങിന്റെ കുറ്റിയെടുത്ത് ചോറ് കളഞ്ഞിട്ട് പാത്രമാക്കി വെക്കുന്ന പോലെ ആ പാത്രത്തിനാണ് നെക്കീർ പറയുക. ഈത്തപ്പന മരത്തിന്റെ ചുവട് എടുത്തിട്ട് മുറിച്ച് അതിനകത്തുള്ള ചോറ് മാറ്റിയിട്ടുള്ള പാത്രം, അതാണ് നെക്കീർ. എന്താ എഴുതിയിരിക്കുന്നത് നെക്കീറിന്? വേഗം പറയണം. അതേ പ്രകാരം തന്നെ വൽ മുസഫത്ത്, മുസഫത്ത് പാത്രവും. മുസഫത്ത് വെച്ചാല് താറുകൊണ്ട് ഉരുക്കി അതിന്റെ ചുവടെ താറുകൊണ്ട് ഉരുക്കിയ പാത്രം. നമ്മുടെ നാട്ടില് സിമെന്റ് എടുത്തിട്ട് മൺചട്ടിയില് എടുത്ത് പോട്ട് നമ്മൾ പൂശുമല്ലോ, വെള്ളം തണുത്തിട്ടാൻ വേണ്ടി. അതാണ് ആ നാട്ടിൽ അങ്ങനെ അവർ ചെയ്യാറുണ്ട്, താരെടുത്ത് പൂശും. അപ്പൊ അതിനകത്ത് ഈ മുന്തിരിങ്ങവും വെള്ളം കൂടി ഇട്ടാൽ നല്ല ഡോസ് കിട്ടും. അതും ഉപേക്ഷിച്ചു. അതന്നെ അതിനെ തൊട്ടും വേണ്ട എന്ന് പറഞ്ഞു. ഹന്തമ്, ദുബ്ബാ, നഖീർ, മുസഫത്ത്. അല്ല ഹന്തം, അതേപ്രകാരം ദുബ്ബാ. പിന്നെ ദുബ്ബ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചൊരയ്ക്കാൻ പത്രം. വന്നഖീറോ, നഖീർ മറ്റേ നമ്മളെ ഈത്തപ്പന മരത്തിന്റെ കുറ്റി ഉണ്ടാക്കിയ പാത്രം. പിന്നെ മുസഫത്ത് താറ് പൂശിയ പാത്രം, അങ്ങനല്ലേ?
യുങ്കറു ഒരു മരക്കഷണത്തിന്റെ കുറ്റി അതിനെ തുരത്തപ്പെടും. എന്നിട്ട് വയുമ്പതു ഫീഹി അതിൽ മുന്തിരി ഇടപെടും. ഫയസ്തദ്ദു നബീദുഹു അതിലിടപ്പെടുന്നത് നല്ല ഡോസ് കൂടും എന്ന്. അതാണ് നീ ദുബ്ബ പിന്നെ ഈ പഴയ വീടുകളിലൊക്കെ കാണും. ഈ പഴയ വീടുകളെന്ന് വെച്ചാൽ ഈ അടക്ക കൂടുതലുള്ള വീടുകളിലൊക്കെ കാണും. അടക്ക ഇട്ട് വെക്കുന്നതിന്റെ പാത്രമുണ്ട് സിമെന്റിന്റെ. ഹന്തമ് ദുബ്ബാ. പിന്നെ ഏതാണ് നഖീർ മുസഫത്ത്. ദുബ്ബാ ചൊരക്കാപാത്രം, വന്നഖീർ മരപ്പാത്രം, മുസഫത്ത് താറ് ഉരുക്കി ഉണ്ടാക്കിയ പാത്രം. താറ് ഉരുക്കിയിട്ട് അതിന്റെ അടിയിൽ പൂശും ആ പാത്രം. ഈ 4 പാത്രങ്ങളെ തൊട്ടും തങ്ങൾ നിരോധിക്കുകയും ചെയ്തു. വഖാല എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഹിഫ്ളുഹുന്ന ഇവകൾ നിങ്ങൾ ഹിഫ്ള് ചെയ്യണം, മനപ്പാടമാക്കണം, ബൈഹാർട്ടാക്കണം. വഅഖ്ബിറൂ ബിഹിന്ന ഇതുകൊണ്ട് നിങ്ങൾ പോയി ക്ലാസ് എടുത്തു കൊടുക്കണം മനുഷ്യന്മാർക്ക്. മൻ വറാഅക്കും നിങ്ങളുടെ പിന്നിലുള്ളവർക്ക് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു വിട്ടു എന്ന്. അല്ല വഅഖ്ബിറൂഹുന്ന വഅഖ്ബിറൂ ബിഹിന്ന മൻ അല്ലെങ്കിൽ മിൻ വറായിക്കും എന്നും പറഞ്ഞവരുണ്ട്. വറായി നമ്മൾ 2-3 മാന കൊടുത്തല്ലോ, മുമ്പ് പിമ്പ് മാനയെ കൊടുത്തിട്ടുണ്ട്. وعن عبادة بن الصامت رضي الله تعالى عنه عبادة بن الصامت ഞങ്ങളെ തൊട്ടാണ്. عبادة بن الصامത്തിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. മുത്തഫഖൻ അലൈഹി അല്ലേ? ഈ പറഞ്ഞ ഹദീസ് ലഫ്ളൻ വ മഅനൻ രണ്ടുപേരും മഅനയിൽ രണ്ടുപേരും ഇത്തിഫാഖാണ്. വലഫ്ളുഹു ഹദീസിന്റെ ലഫ്ള് ലിൽ ബുഖാരി ഇമാം ബുഖാരി ശരീഫിനുള്ളതാണ്. പിന്നെ ഉബാദത്ത് ബിൻ സാമിത് അബുൽ വലീദ് അൻസാരി നഖീബൻ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ബദർ പങ്കെടുത്ത ആളാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഷാമിലേക്ക് ഖാദിയായിക്കൊണ്ടും അവിടുത്തെ മുഅല്ലിമായിക്കൊണ്ടും നിയോഗിക്കപ്പെട്ട ആളാണ്. ഹിംസി എന്ന പ്രദേശത്താണ് അവർ താമസിച്ചത്. പിന്നെ അവിടുന്ന് ഫലസ്തീനിലേക്ക് വന്നു, ഫലസ്തീനിൽ മരിക്കുകയും ചെയ്തു എന്ന് ഇത്രയായിട്ട് പറയുന്നുള്ളവരെ പറ്റിയിട്ട്. അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏത് ഹാലിൽ പറഞ്ഞു? ഏത് ഹാലിലാ പറഞ്ഞത്? ഹൗലഹു തങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ട്. ഇസാബത്തും മിൻ അസ്ഹാബിഹി തങ്ങളുടെ അനുചരന്മാരിൽ നിന്ന് കുറെ ആൾക്കാരോടുണ്ട്. ആ രീതിയിലാണ് തങ്ങൾ പറഞ്ഞത്. ഇസാബത്ത് ബികസറിൽ ഐനി ഇസ്മു ജമ്മാണ് കൽ ഇസ്ബത്തി പോലെ. 10ന്റെയും 40ന്റെയും ഇടയിലുള്ളവർക്കാണ് ഇസാബത്ത് അറിയാം. എന്താ പിന്നെ എന്താ പറഞ്ഞത്? ബായിഊനി നിങ്ങൾ ബയ്യത്ത് ചെയ്തോളൂ. നമ്മൾ ഷെയ്ഖാവുമ്പോഴാണ് നിന്റെ ഒക്കെ എന്താ ബായിഊനി അലാ അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈആ വലാ തസ്രിഖൂ വലാ തസിനൂ വലാ തഖ്തുലൂ ഔലാദക്കും വലാ തഅ്തൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു. എന്താണ് പിള്ളതാവുന്നത്? കുത്തിരുന്ന് ഉറങ്ങുന്ന തുഫ്തിറൂനഹു തഫ്തറൂന ഇങ്ങനെ ഇരിക്കുന്നു. എന്താ വലാ തഖ്തുലൂ വലാ തഅ്തൂ
ബിബുഹ്താൻ തഫ്തറൂനഹു ബൈന അയ്ദീകും വഅർജുലികും ഫലാ തഅസൂ ഫീ മഅറൂഫിൻ ഫമൻ വഫാ മിൻകും ഫഅജ്റുഹു അലല്ലാഹ് വമൻ അസാബ മിൻ ദാലിക ശൈഅൻ ഫഉഖിബ ബിഹി ഫിദ്ദുനിയാ വഹിയ കഫാറത്തുൻ കഫാറത്തുലോ ومن أصاب من ذلك شيئا ثم ستره الله عليه في الدنيا فهو إلى الله إن شاء عفا عنه وإن شاء عاقبه فبايعناه على ذلك متفق عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സഹാബത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യാൻ ഉടമ്പടി നടത്തി. സഹാബത്തുമായി കൊണ്ട് തങ്ങൾ എന്ത് ചെയ്തു? ഉടമ്പടി നടത്തിയിരുന്നു. ബായിഊനി ബായഅ അല്ലമറുവിന് ബായിഅ 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 ബായിഉ ഫായിൽ ഫായില ഫായിലു എന്ന് പറഞ്ഞ ബായിഅ കച്ചവടം ചെയ്യാനാ. ബൈഅ കച്ചവടം ചെയ്തു. കച്ചവടം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അതിനോട് സാദൃശ്യമാക്കാൻ ഇവിടെ ഒരു മാറ്റമുണ്ട്. അതാണ് ആഖിദൂനി വആഖിദൂനി. അല്ല, ഒരു കാര്യം ചെയ്യുമ്പം ഒരാൾക്ക് വഴിപ്പെട്ടാൽ ഒരാൾക്ക് വഴിപ്പെട്ടാൽ കൂലിയിട്ടുമല്ലോ. അതേപോലെയാണ് മുഖാബലത്തു ത്വാഅത്തി. അല്ല, വഴിപ്പെടുമ്പം സവാബ് കിട്ടും. നൈലു സവാബ് എന്തിന്? ഫി മുഖാബലത്തി ത്വാഅ, സവാബിനെ എത്തിക്കലുണ്ട് ത്വാഅത്തിന്റെ മുഖാബലയിൽ. അതേപോലെ ആ വിഷയത്തെ തശ്ബീഹാക്കിയതാണ് കച്ചവടത്തിനോട്. അല്ല, കച്ചവടം എന്ന് പറഞ്ഞാൽ മുഖാബലത്തു മാലിൻ ബിമാലിൻ. ഒരു മുതല് കൊടുത്ത് മറ്റൊരു മുതല് വാങ്ങുക. അതേ കണക്ക് ത്വാഅത്ത് ചെയ്തിട്ട് കൂലി വാങ്ങുക. അല്ല, രണ്ടിലും എന്തുണ്ട്? മനസ്സിലായില്ല? രണ്ടുപേർക്കും എന്തുണ്ട്? നഷ്ടവും വരും, ലാഭം വരും. നഷ്ടമുള്ളവരാരാന്നും പറയും, ലാഭമുള്ളവരാരാന്നും പറയും. നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്നും പറയും. അപ്പം കച്ചവടത്തിൽ ലാഭം കിട്ടുന്നത് പോലെ ഷെയ്ഖും മുരീദുമായി കൊണ്ട് ബൈഅത്ത് ചെയ്തിട്ട് ഷെയ്ഖ് പറയുന്നതൊക്കെ കേട്ടാ ലാഭം കിട്ടി, ഷെയ്ഖ് പറയുന്നതിനെതിരെ ചെയ്താൽ നഷ്ടമാവും. കച്ചവടം അതിന്റെ മട്ടത്തിൽ ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങനെയാണ് ബൈഅത്ത് നടത്തുക. കണ്ടോ? അപ്പൊ തങ്ങൾ ബൈഅത്ത് നടത്തും. എന്താ ബൈഅത്തിന്റെ ഒന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കില്ല എന്നല്ല, പിന്നെ അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈആ, അല്ലാഹുവിനോടൊന്നും പങ്കാക്കില്ല. നമ്മൾ മുസ്ലിമായി തന്നെ ജീവിക്കും. ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ ബൈഅത്ത്. പിന്നെ രണ്ടാമത്തെ എന്താ? വലാ തസ്രിഖ്, കക്കാനും പോവില്ല. അഖുദു മാലിൽ ഗൈരി, അല്ല അഖുദു മാലിൽ ഗൈരി ഖുഫിയത്തൻ, ഖുഫിയത്തൻ. അല്ല, ലാ തുശ്രികൂ ബില്ലാഹി എന്നതിനകത്ത് ശിർക്കുൻ അഅ്ളമുണ്ട്, ശിർക്കുൻ ഖഫിയുണ്ട്, ശിർക്കുൻ ളാഹിറുണ്ട്. അപ്പൊ റിയാ സുമ്മത്ത് പോലത്തെ അതൊക്കെ ശിർക്കാവും. മറ്റത് ബഹുദൈവ ആരാധന, അത് ചെയ്യുകയില്ല എന്നും. അല്ലാ തുശ്രികൂ ബില്ലാഹി, അള്ളാഹുവിനോട് പങ്കാക്കുകയില്ല. ഷിർക്ക് എന്നുള്ളതാണ്. ഷിർക്ക് എന്നുള്ളത് തുശ്രികൂ എന്നതിൽ നിന്നുള്ള ഇസ്മാണ്. ഷിർക്ക് മനസ്സിലായില്ല? ഷിർക്ക് എന്നുള്ളത് തുശ്രികൂ എന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ഫെയിലും മസ്തറും ഒരു കാലം കൂടെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം നെക്കറയ്ക്ക് ശേഷം നഫീന് ശേഷം വന്ന നെക്കറയാണ് ഷിർക്ക്. വല്ലാ ഷിർക്കാതായി, ഒരു വിധേനയുള്ള ഷിർക്കുമില്ല. അവിടാണ് യഥാർത്ഥമായ ഖിലാസ്. നമ്മൾ ദിക്റ് ചൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂലിയിട്ടാൻ വേണ്ടിയിട്ട്, ഭക്തർ കാണാൻ വേണ്ടിയിട്ട്, പരസ്യമാക്കാൻ വേണ്ടിയിട്ട്. എന്നാ പോയി, അപ്പൊ ഷിർക്ക് വന്നുപോയി. അപ്പൊ അല്ലാഹു തആല നാളെ ചെല്ലും പറയും, മറ്റേ ആൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തത്, അപ്പൊ അവിടെ പോയി ചോദിച്ചാൽ പറയും
ലാ തുശ്രികൂ ബില്ലാഹ്, ഒരു വിധേനയുള്ള ശിർക്കും പാടില്ല, ഷൈഅൻ ഒന്നിനെയും ചേർക്കണ്ട അല്ലാഹുവിനോട്. വേണ്ട, ലാ തുശ്രികൂ അല്ലാഹ് ചേർക്കരുത്, കൂറാക്കരുത്, ബില്ലാഹി അല്ലാഹുവിനോട് ഷൈഅൻ ഒന്നിനെയും കൂറാക്കണ്ട. വേണ്ട, ഒരു ഷൈഇനെയും കൂറാക്കണ്ട. ഒരു ഷൈഇനെയും കൂറാക്കുന്നത് ബയ്യത്തിയാണ്. ബയ്യത്തിയോ നമ്മൾ മനസ്സിലായില്ല, മുസ്ലിമുകളോട് പറയുന്നതിന് മനസ്സിലായില്ല. അപ്പൊ അവിടെ ബഹുദൈവ ആരാധന എല്ലാം അവിടുത്തെ ഉദ്ദേശമെന്നും ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുക എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥമെന്നും കിട്ടും. സ്വഹാബത്തല്ലേ കൂടെ ഉള്ളത്, സ്വഹാബത്തിനോട് ബയ്യത്ത് ചെയ്യുന്നു. അപ്പൊ അല്ലാത്ത ശരിക്കുമില്ല, ഒരു വിധേനയുള്ള റിയാഓ സുമഅത്തോ ഒന്നും പാടില്ല. അതാണ് യഥാർത്ഥമായ ഷെയ്ഖ് മുരീദ്. നമ്മൾ ചെയ്യുന്ന അമലൊക്കെ ചെയ്യുമ്പോൾ അറിയട്ടെ, ഇല്ലേ? ഉറക്കൊക്കെ കഴിഞ്ഞിങ്ങനെ അറിയട്ടെ നമ്മൾ ദിക്റൊക്കെ ചെല്ലുന്നത്. എന്താ 10 പേര് അറിയട്ടെ, നമ്മൾ ദർശെടുക്കുന്നൊക്കെ ഖുർആൻ ഓതുന്നതൊക്കെ 10 പേര് അറിയട്ടെ. ഹാഫിളാന്നൊക്കെ പേരൊക്കെ എഴുതി ഇങ്ങനെ വെച്ച് മഖ്സൂദ് ഹാഫിദ് എന്ത് മഖ്സൂദ് മഖ്സൂദ് ഹാഫിദിനെ കാണുന്നില്ല, ഉമ്മാമായിട്ട് നടക്കുക അങ്ങനെ. അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈആ. ഇനി വേറൊന്ന്, വലാ തസ്രിഖൂ സറഖ യസ്രിഖു ഈ യസ്രിഖു ഫഖദ് സറഖ അഖുല്ലഹു എന്ന് പറഞ്ഞില്ലേ. ഫലാ തസ്രിഖു കള്ളം ചെയ്യാൻ പാടില്ല, കക്കാൻ. മറ്റവരുടെ മുതൽ ഉസ്താദിന്റെ ആയാലും വേണ്ടില്ല, അവിടുന്ന് പോയി ഇതൊക്കെ എടുക്കും. നിങ്ങൾ പോയിട്ട് പഴമൊക്കെ എടുത്തിരുന്നു, മുട്ടായി എടുത്തിരുന്നു, അവിടെ എന്താ കക്കും. കള്ളം പാടില്ല. വലാ തസ്രിഖു. പിന്നെന്താ വലാ തസിനു, സിന ചെയ്യാനും പാടില്ല. വലാ തസിനു എന്നുള്ളതും തസ്രിഖ് എന്നുള്ളതും തഖ്തുലു എന്നുള്ളതും അതേ പ്രകാരം തന്നെ വലാ തൗതു ബി ബുഹ്താനിൻ തഫ്തറൂനഹു എന്നുള്ളതൊക്കെ ഉമൂമിന്റെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ്. ഒരു വിധേനയുള്ള കള്ളവും പാടില്ല. മീൻ അയ്യി ജിഹത്തിൻ, ഏത് ഭാഗത്തിൽ കൂടിയുള്ള കള്ളമായാലും പാടില്ല എന്നോട് അർത്ഥം വരും. ലാത്തസ്രീഖ് എന്നുള്ളതല്ലേ, സറക്കത്ത് എന്നുള്ളതാണ് അതിന്റെ ഫെയില്. ലാത്തസിനു സിന എന്നുള്ളതാണ് അതിന്റെ ഫെയില്. സിന എന്നുള്ളത് കണ്ണുകൊണ്ട് സിനയുണ്ട്, കാതുകൊണ്ട് സിനയുണ്ട്, കൈ കൊണ്ട് സിനയുണ്ട്, കാലുകൊണ്ട് സിനയുണ്ട്, ഗുഹ്യ അവയവം കൊണ്ട് സിനയുണ്ട്. ഒരു വിധേനയുള്ള സിനയും പാടില്ല. ഷെയ്ഖാവാൻ പറ്റും? കണ്ണുകൊണ്ടുള്ള സിന അന്യപെണ്ണിലേക്ക് നോക്കല്, അന്യപെണ്ണുങ്ങളായിട്ട് വർത്താനം പറയല്, വാ കൊണ്ടുള്ള സിന എവിടുന്നാണ് ഇത്? ഞാൻ ചായ കുടിച്ചില്ലല്ലേ, അങ്ങനെ ഇതെന്തോ കടിക്കുന്നേ എന്ന് പറയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട നമുക്ക് ഒട്ടും കിട്ടിയില്ല. പിന്നെ അപ്പൊ എന്തായി? വലാത്ത സിനി എന്നതിനകത്ത് എല്ലാം പറ്റും. അമൃതീങ്ങളെ നോക്കലും അമൃതീങ്ങളോട് സംസാരിക്കലും സിനയില്ലേ. വലാത്ത സിനു, ഒരു വിധേനയുള്ള സിനയും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു വിധേനയുള്ള നിങ്ങൾക്ക് വേഗം തിരിയില്ല, ഈ ചെറിയ മക്കൾക്ക് തിരിയില്ല. ശിരിക്കും എന്നുള്ള ശിർക്ക് ഉസ്താദിനക്കരയും ഇതൊക്കെ പറയും. എന്തു ഈ പറയുന്ന അവന്മാരെ ചിന്തിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കും കേട്ടാ. ആ പറഞ്ഞ വാക്കുകളെല്ലാം അങ്ങനെയാണ്. ലാ തുശ്രികൂ വലാ തസ്രിഖൂ വലാ തസിനൂ വലാ തഖ്തുലൂ, ഒരു വിധേനയുള്ള കൊലയും പാടില്ല. വലാ തഖ്തുലൂ ഔലാദക്കും ബിദഫ്നിഹിം അഹ്യാഅ. എന്താ അഹ്യാഅൻ ഐ ബിദഫ്നിഹിം അഹ്യാഅൻ അല്ല. ഔലാദക്കും, മക്കളെ ഒന്നിനെ കൊല്ലാൻ പാടില്ല, മക്കളെ ഒന്നിനെയും പാടില്ല. ഗർഭചിത്രം പാടില്ല എന്നതിനകത്ത് വരും. ഔലാദ് എന്നുള്ളത് വലത് എന്നുള്ളത് ഹഖീഖത്ത് നിലയിലും പറയണം. അതേ പ്രകാരം തന്നെ പിന്നീട് വലുതാവുമല്ലോ, വേത്തിബാരി മാക്കാനെ പരിഗണിച്ചുകൊണ്ട്. അപ്പൊ ഗർഭചിത്രം പാടില്ല എന്ന് വരും. ഗർഭത്തിനെ അലസിപ്പിക്കാൻ പാടില്ല. അലസിപ്പോയത് അല്ല, പോയതിലും എന്ത് ചെയ്യാന്, പോയതിനുള്ള ചെയ്യാൻ പറ്റും. പോക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
അല്ലാ തുശ്രികു ബില്ലാഹി ശൈഅൻ ളാഹിറൻ ഔ ഖഫിയൻ ജലീലൻ ഔ ഹഖീറൻ ബിവജ്ഹിൻ മിനൽ വുജൂഹ് അണ്ടാ ലിഅന്നഹു നക്കിറത്തുൻ ഫീ സിയാഖിൻ നഫി ഫയഉമ്മു കന്നഫി. മനസ്സിലായില്ലേ? തിരിഞ്ഞല്ല, നഫീനെ പോലെ തന്നെയാണ് നഹിയും എന്ന് ഇബ്നു ഹജർ ഏറ്റവും അങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ശരിക്കുന്നുള്ളടത്തെ لأنه نكرة في سياق النهي فيعم كالنفي توحيدا خالصا عن كل سمة لا يليق بحالة ذاته وكمال صفاته. അങ്ങനുണ്ട്. അവൻ വെറുതെ പറയുന്നേ അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അന്നൽ മുറാദ ബിശ്ശിർകി അർരിയാഉ ലിഅന്നഹു ശിർകുൽ അസ്ഗറു കമാ വറദ ഫിൽ ഹദീസി ഇത്തഖു ശിർകൽ അസ്ഗറ ഖാലു വമാ ശിർകുൽ അസ്ഗറു യാ റസൂലല്ലാഹ് ഖാല അർരിയാഉ. കണ്ടാ മനസ്സിലായോ? കണിഞ്ഞോ? فلا تأتوا ببهتان بهته بهتا وبهتا وبهتانا. നമ്മളെ കൂട്ടുകാരന് സുഖമില്ലാടുന്ന ശിവയെ കൊടുക്കട്ടെ, നല്ല സുഖം കൊടുക്കട്ടെ. നമ്മൾ വളരെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാണ് മുസ്ലിയാർ, നമ്മളെ ശുദ്ധി മുസ്ലിയാരാളിയെ ദോഷി കൊടുക്കട്ടെ. والبهيتة الباطل الذي يتحير من بطلانه. അപ്പം വേണ്ട, അപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് ലഅന്നഹു നക്കിറത്തുൻ ഫീ സിയാഖിൻ നഫി എന്ന് പറഞ്ഞ നക്കിറത്തുൻ ഫീ സിയാഖിൻ നഫി എന്ന് ഏതാ? തുശ്രിക്കുന്നിൽ ഏതാ നക്കറ? തുശ്രിക്കു എന്നതിനകത്തൊരു ഫീലല്ലേ തുശ്രിക്കു. ഫീലാകണമെങ്കിൽ എന്ത് വേണം? ഫീലാകണമെങ്കിൽ ഇസ്മും ഇല്ലേ, ഇസ്മുൻ സമാനും കൂടെ കൂടുമ്പോഴേ ഫീലാവുന്നു. മനസ്സിലായില്ല? ഫഅലയിൽ ഫീലും ഉണ്ട്, സമാനുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ലാ തഫഅലു, നിങ്ങൾ ചെയ്യരുത്, ഒന്നും ചെയ്യരുതെന്നല്ല അർത്ഥം. ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ലാ തദ്രിബ്, അടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു വിധേനയുള്ള അടിയും പാടില്ല. കൈ കൊണ്ടായാലും കാലുകൊണ്ടായാലും ഒരു വിധേനയുണ്ട് അതിന്റെ അർത്ഥം. കാരണം ലർബ തദ്രിബി എന്നതിന്റെ മുസ്തഖ് മിൻഹു ലർബാൻ. ആ ലർബുൻ എന്നത് നെക്കരയാണ്. മനസ്സിലായില്ല? ലർബുൻ എന്നത് നെക്കര. എന്താ മനസ്സിലായില്ല? അല്ലർബാക്കി കൂടാന്ന് ചോദിക്കും. അല്ലർബിൽ നിന്നും പിടിച്ചെടുത്തേക്കും. അപ്പൊ മരിബി ആയില്ലെന്ന് ചോദിക്കും. അതല്ല, ഒരു ഇസ്മിന്റെ അസലി ഏതാണ്? നെക്കറയും മൈരിബയും നോക്കുമ്പോൾ അസാലത്താർക്ക? നെക്കറയ്ക്ക. കാരണം മൈരിബയാണ്, മറ്റൊന്ന് കൂടണം, എന്നാലേ മൈരിബ ആകുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ ലർബുൻ എന്നതിനകത്താണ് ലാവെന്ന് നടത്തേക്കുന്നത്. ലാ എന്നുള്ള അവിടെ നഹിയാണ്, അല്ലെങ്കിൽ നഫിയാണ്. ഇവിടെ നഹിയാണ്. ഇപ്പൊ നഫിക്ക് ശേഷം വരുന്ന നെക്കറ ഉമ്മുമിനെ പായത് നോക്കി മാ അബ്ദുൻ ഖറ എന്നുള്ള പറയല്ലേ. ഇവിടെ ഉദാഹരണം കൊടുത്ത തന്നെ ഈ തഖസ്സസ് നഹ്വു മാഅബുദുങ്കറാന്ന് പറഞ്ഞില്ലേ ഇല്ലേ? മായ്ക്ക് ശേഷം അബുദുൻ എന്ന നെക്കറ സംഭവിച്ചുകൊണ്ട് ഉമ്മുമിനെ പായ്തൊപ്പിച്ചു. അതുകൊണ്ട് ആ നെക്കറ എന്തായി മൂത്രയായെന്ന് പറഞ്ഞില്ലേ? അതേ പ്രകാരം ലാ തുശ്രിക്കു വലാ തശ്രിഖു, ഒരു വിധേനയുള്ള കള്ളത്തരവും പാടില്ല. പഠിക്കുന്നിടത്തും കള്ളത്തരം പാടില്ല. ജീവിക്കുന്നിടത്ത് ഒരു വിധേനയുള്ള കള്ളത്തരം. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാതെ കറങ്ങി നടക്കുന്നു. ഒരു വിധേനയുള്ള കള്ളത്തരവും പാടില്ല. കള്ളം പറയാനും പാടില്ല, കള്ളം ചെയ്യാനും പാടില്ല. അങ്ങനെ ആയാലേ മുരീദാവത്തുള്ളൂ. റസൂൽ പറഞ്ഞല്ലേ ബയ്യത്ത് ചെയ്യാൻ നമുക്ക്. അതുകൊണ്ട് ഈ ബയ്യത്തിനൊന്നും ആരും ഒരുങ്ങാത്തത്. വേണ്ട, ഇമ്മാ പോലോ ആവശ്യമില്ലാത്ത പണി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. പിന്നെ എന്താ ലാ തസ്രിഖു, ഒരു വിധേനയുള്ള കള്ളത്തരവും പാടില്ല. ഫലാ തസിനു, വേണ്ട, നിങ്ങൾ സിനയും ചെയ്യാൻ പാടില്ല. ഒരു വിധേനയുള്ള സിനയും പാടില്ല എന്നതിനർത്ഥം.
മുഹറമായാലും വേണ്ടിയില്ല, അല്ലാത്തതായാലും വേണ്ടിയില്ല, ഇവാത്തായാലും ഇത്യാനു ബഹീമത്തായാലും ബാക്കിയുള്ളതായാലും സിന ചെയ്യാനേ പാടില്ല എന്ന് വന്നു. അടക്കെ അങ്ങനെ വരുമ്പോഴാണ് ഈ ബയ്യത്തിന്റെ വിഷയം കൂടുതലാവുന്നത്. അതിനാണ് മനുഷ്യന്മാർ നന്നാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ബയ്യത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പേടിയാണ്. എന്നിട്ട് റസൂൽ പറയുക, ലാസ്റ്റ് പറയാൻ നോക്കണം, നല്ല രസമാണ് ലാസ്റ്റ് പറയുന്നത്. അർജുലിക്ക് പിന്നെന്താണ്, വലാത്തത്തു വലാത്തൂൽ ഔലാദക്കും, കുട്ടികളെ നിങ്ങൾ കൊന്നുകളയരുത്, ഒരു വിധേനയുള്ള കൊലയും പാടില്ല. വലാത്തത്തു ബിബുഹുത്താനിൻ, കള്ളം കൊണ്ടുവരാനും പാടില്ല. അല്ല തെത്തു എന്നുള്ള ഭാഗത്ത് തഅദീയത്തിനാക്കണം, ബിബുഹുത്താനും ബായ്. അൽ കദിബുല്ലദീ യബ്ഹത്തു സാമിഅഹു ഖീല അൽ മുറാദ് ബിൽ ഖദ്ഫു, വ്യഭിചാരാരോപണം പറയലാണെന്ന് ഖീലേ ഉള്ളൂ. വലാ തഅതു ബിബുഹ്താനിൻ ഐ കദിബിൻ വഐബിൻ യബ്ഹത്തു സാമിഉഹു വയുദ്ഹിശുഹു വയുഫദ്ദിഉഹു ലിഫദഅതിഹി. അല്ല അവനെ വഷളത്തരമാക്കുന്ന രീതിയിലുള്ള, കേട്ടാൽ അറപ്പ് വരുന്ന രീതിയിലുള്ള കള്ളങ്ങളും ഒന്നും പറയരുത്. തഫ്തറൂനഹു, ആ കള്ളങ്ങൾ നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കുന്നു. കണ്ടാ, മനസ്സിലായില്ല? ബൈന ഐദീക്കും വാർജുലിക്കും, നിങ്ങളുടെ മുൻഭാഗത്ത്. നിങ്ങളുടെ മുൻഭാഗത്ത് എന്ന് പറഞ്ഞാൽ കൈകാലിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ദാത്ത്, ആ ദാത്തിന്റെ മുന്നിലായിക്കൊണ്ട് നിങ്ങൾ മുഴുവനും കൈകാലുകൾ കൊണ്ടായത് കൊണ്ട് ബൈന ഐദീക്കും വാർജുലിക്കും പറഞ്ഞതാണ്. യദുല്ലാ, അങ്ങനെ പിന്നെന്താ, വലാ തഅസു, ഇനിയും പിന്നെയും പറഞ്ഞു, വലാ തഅസു ഫി മഅറൂഫ്, ദീനിൽ അറിയപ്പെട്ട ഒരു വിഷയത്തിലും നിങ്ങൾ ഇസ്യാൻ ചെയ്യരുത്. തമീമുൻ ബഅദ തഖ്സീസ്, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശിർക്ക് പറഞ്ഞു, ഖത്ല് പറഞ്ഞു, സിന പറഞ്ഞു, ബുഹ്താൻ പറഞ്ഞു. പിന്നെ ഇനി ഒന്നാകെ പറയാ, വലാ തഅസു, ഒരു വിധേനയുള്ള പാപകർമ്മങ്ങളും ഒരു വിധേനയുള്ള പാപവും ചെയ്യരുത്. ഫീ മഅറൂഫിൻ, ദീനിൽ അറിയപ്പെട്ട, മാ ഉരിഫ ഫി ശറഇ ഹുസ്നുഹു ഔ ഖുബ്ഹുഹു. അതായത് മഅറൂഫ് എന്ന് പറഞ്ഞാൽ മാ ഉരിഫ ഫി ശറഇ, ഫി ശറഇൽ അറിയപ്പെട്ടു. എന്തറിയപ്പെട്ടു? അതിന്റെ നന്മ അറിയപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ തിന്മ അറിയപ്പെട്ടു. അതൊന്നും നിങ്ങൾ ചെയ്യാനേ പാടില്ല. അതുകൊണ്ട് ഫമൻ വഫാ മിൻകും, അല്ലെങ്കിൽ വഫ, നിങ്ങളിൽ നിന്നും ഇത് ആര് പൂർത്തിയാക്കിയാലും ഫഅജ്റുഹു അലല്ലാഹ്, അതിന്റെ കൂലി, അവന്റെ കൂലി അള്ളാന്റെ മേലാണ്. അങ്ങനല്ലേ? യുബായൂനക, അങ്ങനെ ആയതെങ്ങനെ? ഇന്നല്ലദീന യുബായൂനക, ഉറക്കെ, ഇന്നല്ലദീന യുബായൂനക ഇന്നമാ യുബായൂനല്ലാഹ യദുല്ലാഹി ഫൗഖ അയ്ദീഹിം ഫമൻ നകത ഫഇന്നമാ യൻകുസു അലാ നഫ്സിഹി വമൻ നൗഫാ ഫസയുതീഹി അജ്റൻ അലീമാ. അവിടെ ആദ്യം പറഞ്ഞത് നെഗറ്റീവാ, പിന്നെ പോസിറ്റീവ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞതോ, ഇവിടെ പറഞ്ഞോ, വലാ തഅസു ഫി മഅറൂഫിൻ വമൻ വഫാ മിൻകും, അല്ലെങ്കിൽ വഫാ മിൻകും, നിങ്ങൾ നിന്നും ആരതിനെ പൂർത്തിയാക്കിയാലും ഫഅജ്റുഹു അലല്ലാഹ്, അവന്റെ കൂലി അല്ലാഹുവിന്റെ മേലാണ്. അവിടെ അങ്ങനെയല്ല പറഞ്ഞത്, മറ്റേനതങ്ങനെ യുബായൂനല്ലാഹ വമൻ നകസ, അല്ല വമൻ നകസ ഫഇന്നമാ യൻകുസു അലാ നഫ്സിഹി, ഈ പറഞ്ഞ ഈ ഉടമ്പടിക്ക് ആരെങ്കിലും എതിര് ചെയ്താൽ അത് അവന്റെ നഫ്സിന്റെ മേൽ തന്നെ ചെയ്തു. വമൻ നൗഫാ, പൂർത്തിയാക്കിയാലോ, ബിമാ ആഹദ അലൈഹുല്ലാഹ്, അലൈഹു ജാർ മജ്റൂറായിട്ടാണ് പറഞ്ഞത്, ജാർ മർഫൂആയിട്ട്, ബിമാ ആഹദ അലൈഹുല്ലാഹു, അതാ അള്ളാഹു കരാറ് ചെയ്ത ഒന്നിനെ പൂർത്തിയാക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് കരാറ് ചെയ്ത ഒന്നിനെ പൂർത്തിയാക്കിയാലേ എന്താണ് ബയ്യത്തിന് കൊടുക്കുന്ന ആയത്തോത. ഈ ആയത്തോതിട്ട ബയ്യത്ത് ചെയ്യുന്നത് ഇവിടെ റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഇതാരെങ്കിലും പൂർത്തിയാക്കിയാൽ കൊള്ളാം. കണ്ടാ, വമൻ അസ്വാബ മിൻ ദാലിക ശൈഅൻ, ഈ പറഞ്ഞതിൽ നിന്നും വല്ലതിനെയും ആരെങ്കിലും എത്തിച്ചാൽ,
അഥവാ സിന ചെയ്യാൻ പോയി, അല്ലെങ്കിൽ കള്ളം പറയാൻ പോയി, അല്ലെങ്കിൽ റിയ ഉണ്ടാക്കി, റിയാന് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ കള്ളം കച്ചേറ്റി ഉണ്ടാക്കി, ഏതെങ്കിലും പാവകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കാരണമായി ദുനിയാവിൽ അവന് ഇഖാബ് നൽകപ്പെട്ടു. മനസ്സിലായില്ല? തെറ്റ് ചെയ്തപ്പോ ഇന്നക്കലൻ തുൻസിൽ ബലാൻ ഇല്ലാ ബിദംബിൻ വലം തക്സിബോ ഇല്ലാ ബിതൗബത്തിൻ വഖത്തബ വജ്ഹുനാ ഇലൈക്. അല്ല, ഇഖാബ് ഉണ്ടായ മനസ്സിലായിക്കോണം എന്ത് ഫഹുവ കഫാറത്തുല്ല, അത് അവന് കഫാറത്തായി പോയി പലയിടങ്ങനെ വന്നാല്. ഇനി വന്നില്ലെങ്കിലോ ഒമൻ അസ്വാബ മിൻ ദാലിക ശൈഅൻ, ഇങ്ങനെ തോന്നിവാസങ്ങൾ ചെയ്തു തുമ്മ സത്തറഹുല്ലാഹു, അതിനെ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടികളുടെ മുന്നിൽ വെളിവാക്കിയിട്ടില്ല, എന്നാ ഫഹുവ ഇലല്ലാഹ്, അത് അള്ളാഹുലേക്കാണ്. ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ അഫഅനു, ഒന്നുകിൽ പുറത്തു കൊടുക്കാം, വഇൻഷാ ആഖബഹു. ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു. നമ്മൾ ബയ്യത്ത് ചെയ്യാൻ പോവാണ്, ഇന്ന കാര്യങ്ങളാണ്, പൂർത്തിയാക്കിയാൽ അവർക്ക് കൊള്ളാം. അതിന്റെ ഇടയിൽ പൂർത്തിയാക്കാതെ വല്ല തെമ്മാടിത്തരങ്ങൾ ചെയ്ത് അതിനാൽ വരുന്ന ആപത്തുകൾ വന്നാൽ അവർ സഹിച്ചോണം. മനസ്സിലായില്ലേ? ഇനി ആപത്തുകളൊന്നും വന്നില്ല, തെമ്മാടിത്തരങ്ങൾ ചെയ്തു, അള്ളാഹു തആല മറച്ചു വെച്ചു. ഇനി നാളെ ആഖിറത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു വരും, അല്ലെങ്കിൽ ഇതാ ബയ്യത്ത്. എന്താ പറയുന്നത്? ബയ്യത്ത് ചെയ്യുന്ന നിങ്ങൾ? അങ്ങനെ ഞങ്ങൾ ബയ്യത്ത് ചെയ്തു. ഫബായഅനാ എന്താ എന്താ ഫബായഅനാ അലാ ദാലിക്, അങ്ങനെയാണ് ബയ്യത്ത്. അപ്പൊ പറയുന്ന അനുസരിച്ച് ചെയ്തില്ലേ പിന്നെ എന്തിനാ ഉള്ളങ്ങളെ? സദഖ റസൂലുള്ളാഹ്. ബസ്